ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഇൻഷാദ്. ഭയങ്കര ഉഷാറൊന്നും ഇല്ല. നോക്കിക്കോളി, നമ്മളെ പച്ചക്കറി ഫുള്ള് വെള്ളമായിട്ട് നടന്നിട്ടുണ്ട്. മഴ എല്ലാം പെയ്യാനുണ്ട്. ഇതിന്റെ അടുത്ത് തോടാണ്. ആ തോട്ടിന്ന് ചെറിയൊരു പൊട്ടിക്കാനാണ് ഇവിടൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിലൊന്നും തളരൂല, അതാണ് ഇതിന്റെ രസം. ഞങ്ങൾ ഇതിലൊന്നും തളരൂല. നമ്മൾ വീണ്ടും ഇത് തിരിച്ചു കൊണ്ടുവരും. നോക്കിക്കോളി നിങ്ങള് കേട്ടാ, അതാണ് ഞങ്ങളെ ഗ്രാമം. എന്ത് ഭംഗിയാ നോക്കാന്. തോട്, ഭംഗിയായ തോട്, പാടം, പിന്നെ വെള്ളച്ചാട്ടം, അതിസുന്ദരമായ ഗ്രാമമാണ് ഞങ്ങളത്. നമ്മളെ ഫിഷിംഗ് ഒക്കെ ചെയ്യൂട്ടോ. ഇപ്പൊ വെള്ളം ആയതുകൊണ്ട് നമ്മൾ ഫിഷിംഗ് കൂടിയൊക്കെ ഇനി വരുന്നതാണ്. നമുക്ക് വിഷമമായിട്ട് നമ്മളെ പച്ചക്കറി, നമ്മൾ അത്രയും പണിയെടുത്തുണ്ടാക്കിയ പച്ചക്കറിയാണ്. ഇതൊക്കെ വെള്ളം മൂടാനായിട്ടുണ്ട്. ഈ ഹൈറ്റിലാണ് വെള്ളം കയറിയിട്ടില്ല. നമ്മൾ അത്രയും ഹൈറ്റ് കൂട്ടി നമ്മൾ വേറെ കര ഉണ്ടാക്കിയിട്ടും അതിന്റെ കൊമ്പ് കയറാൻ പോലെ വെള്ളമുണ്ട്. അപ്പൊ നമ്മള് കച്ചായി ഭയങ്കര വിഷമമാണ്. ഈ പണിയിട്ടാണ് മാഷാ അല്ലാ, അത് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ഒരു വലിയ പക്വതയുള്ള വലിയൊരു മനുഷ്യനൊന്നും അല്ല. ഒരു കുഞ്ഞു പിന്നെ ഒരു എത്ര കുട്ടിയാണ്, എത്ര ഒരു വയസ്സ്, ഏകദേശം ഒരു 4 5 ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ കോരിച്ചെറിയുന്ന മഴയത്താണല്ലേ, നല്ല മഴയത്താണ്. പിന്നെ അതുമല്ല ആറ്റിറ്റ്യൂഡാണ്. അതൊരു വല്ലാത്ത ഒരു പവറാണ്. ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്ന രീതിയാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. സമീപനം, ഏതിനോടുള്ള സമീപനം. അത് എന്തൊരു പ്രശ്നമാണെങ്കിലും നമ്മുടെ മനസ്സ് എങ്ങനെ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പര്യവസാനം ഉണ്ടാവുക എന്നുള്ളത്. ആ മുഖത്തും ആ വാക്കുകളിൽ നോക്കി വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിതിലൊന്ന് തളരൂല്ലോ. പക്ഷെ ഭയങ്കര രസമുണ്ടത് കാണും. പക്ഷെ അതോടുകൂടി പറയുന്നുണ്ട് എന്താ, ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അവൻ്റെ ഫീലിങ്സ് കംപ്ലീറ്റ് അതിലുണ്ട്. അതായത് സന്തോഷത്തിൻ്റെയും അവൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ ഉണ്ടായ ഒരു നഷ്ടത്തിൻ്റെ ഒരു ബാക്കിയും അവൻ്റെ ആ മൂന്നും അവൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഏത് സംഭവം ഒരുപാട് പണിയെടുത്തിട്ടുണ്ടായതാട്ടോ. പക്ഷേ നമ്മളിതിലൊന്നും തളരൂല. എന്നാൽ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളിതിലും തളരാൻ പോകില്ല. ഇനിയും വരാനുണ്ട്, നമുക്ക് ശേഷം റെഡിയാക്കാണ്ട്. ഇത്രയൊക്കെ പൊക്കി നമ്മൾ വെള്ളം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത്രയൊക്കെ പൊക്കിയിട്ടുള്ളത്. ഇപ്പം ഈ കപ്പ നടാനുള്ള തറയെ നോക്കുമ്പോൾ അത്ര ഉയരത്തിലൊന്നും നടേണ്ടതില്ല. കാരണം അത് നിൽക്കുന്നതിൻ്റെ ഏകദേശം ഒരു അരഭാഗം വരെ ഇതിൻ്റെ ഉയരമുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും വെള്ളം, വനത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, തൊട്ടപ്പുറത്ത് തോടുണ്ട് എന്നൊക്കെ അറിയാം. എന്നിട്ടും വെള്ളം നിറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് പറയാം എത്രയാണ് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണല്ലോ അതൊരു. എന്നാൽ നമ്മളെ ഗ്രാമം നോക്കി നിങ്ങൾ എന്ത് ഭംഗിയുണ്ടത് കാണാൻ. അവിടെയൊക്കെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുള്ള ഒരു മൈൻഡ്. ഈ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ഏതൊരു വിഷയത്തെയും നമ്മൾ നോക്കി കാണിക്കുക, അതൊരു സ്കില്ലാണ്. നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും ചിലപ്പം കഴിയണമെന്നുണ്ടാവില്ല. പക്ഷേ അതിൽ നമുക്ക് ചിലർ പാടുള്ള എന്താ വെച്ചാൽ, പണ്ട് പറയാറുണ്ട്, നമ്മൾ ഈ നെഗറ്റീവ് മൂഡിലൂടെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കതിൻ്റെ കുറ്റങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം മാത്രമേ നോക്കി കാണാൻ പറ്റുള്ളൂ, ചെയ്യാതിരിക്കാനുള്ള. അപ്പോൾ പിന്നെ ഭയങ്കര നിരാശയാണ് എല്ലാത്തിലും ഉണ്ടാക്കുന്നതാണ്. ഈ നിരാശ ശരിക്ക് കൊണ്ടെത്തിക്കുന്നത് പിശാചാണല്ലോ തന്നെ. അത് മാത്രമല്ല പരാജയത്തിലേക്ക് എത്തുള്ളൂ ഏത് കാര്യമാണെങ്കിലും. പിന്നെ അവിടെ നമ്മൾ കഴിഞ്ഞതിൽ മുമ്പെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, വലാത്ത അസൂമിൻ റോഹില്ല, നിരാശപ്പെടരുത്. അള്ളാഹുവിൻ്റെ ഒന്നിലും അല്ലെങ്കിൽ നിരാശപ്പെട്ട് മാറിക്കുക എന്നുള്ളതൊരു രോഗം വരികയാണ്, എന്തെങ്കിലും പരീക്ഷണം ഉണ്ടാവുകയാണ്. ഇപ്പോൾ യാത്രയുടെ ഇടയിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം, യാത്രയുടെ ഇടയിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മുമ്പേ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ ഒരു ടൈമിന് ഇറങ്ങാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതോട് കൂടെയാണ് തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെ വണ്ടി നീങ്ങുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അവിടെ നമ്മൾ തളർന്നാൽ പോയി. കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, ആ യാത്രയുടെ അവസാനം നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് എടുത്തു വെക്കാനും നമ്മുടെ ഡയറിയിൽ എഴുതി വെക്കാനുള്ള ഏറ്റവും വലിയൊരു സാധനമായിരിക്കും അത്. അതവിടെ തളരുകയാണ്. അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഉയരണം. വണ്ടി പോയല്ലോ എന്ന് പറഞ്ഞുള്ള ആ നിമിഷം അതിനെക്കുറിച്ചല്ല പിന്നെ ചിന്തിക്കില്ല. തൊട്ടടുത്ത വണ്ടിയിൽ കയറിയിട്ട് അതിനെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് നോക്കല്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും ഹൈറുണ്ടാവുന്നത്. അതെ, അതിൽ ഹൈറുണ്ടാവും. അവിടെ പോയത് മിക്കവാറും എനിക്ക് എന്തെങ്കിലും ഹൈറുണ്ടാവും എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. പോസിറ്റീവായിരിക്കും, ബി പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ. അത് പരീക്ഷണങ്ങളാവട്ടെ, ഇനി സന്തോഷമാണെങ്കിലും അങ്ങനെയാണ്. ഇതിൽ ഒരു അമിതമായ ഈ കാര്യങ്ങളൊക്കെ ലാഭങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കേണ്ടത്, എനിക്കതിന് പറ്റുള്ളൂ എന്നാണോ, ഞാൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണെന്നാണോ? അല്ലല്ലോ.
അവിടെ നമ്മൾ പോസിറ്റീവ്, ഇതെനിക്ക് പടച്ചോൻ തന്നൊരു പരീക്ഷണമോ അതല്ലെങ്കിൽ എനിക്ക് ഒരു അവസരമായിരിക്കുമെന്ന് ആ ഒരു പോസിറ്റീവ് ചിന്ത, അതിലൂടെ വേറെ കുറേ വഴികൾ നമ്മൾ കണ്ടെത്താൻ പറ്റണം. ഒരു കച്ചവടക്കാരന് വലിയ ലാഭം കാര്യമൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ സമ്പത്തിൻ്റെ പ്രയത്നം കൊണ്ടും കാര്യമാണിത് കിട്ടിയത് എന്നവന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അവിടെ അവനത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം ഏത് കാര്യത്തിലും. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കരല്ല. അപ്പോൾ ആ പ്രായത്തിൽ ഇതിന് ഇറങ്ങാന്ന് പറഞ്ഞാൽ മൊബൈലിൽ കുത്തിയിരിക്കേണ്ട പ്രായമാണോ? ഇതേപോലെ മുമ്പ് വൈറലായിരുന്നു, ചിലവത് ശരിയാവും ചിലവത് ശരിയാവില്ല. ശരിയാണ്, എൻ്റെ ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികളെ പോലെ ആവുക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എന്നുവെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്ന അവസ്ഥ കുട്ടികൾക്കില്ല. ആ സമയത്ത് എന്തെങ്കിലും അവർക്ക് അനുഭവിച്ചതിന് അതിൻ്റെ എന്തെങ്കിലും ഒരു സ്വാഭാവികം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിലും അവർ ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ, അവർക്ക് അപ്പോഴെങ്ങുന്നുണ്ടല്ലോ. പക്ഷെ പിന്നെ എന്ത് അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് നടക്കുക ഇനി എന്തായിരിക്കും, അതൊന്നും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവനൊരു ചെറിയൊരു ബാല്യക്കാരൻ, ചെറിയൊരു ഒരു പിന്നെ ഒരു 5ാം ക്ലാസ്സുകാരൻ അല്ലേ. അപ്പോൾ അവൻ്റെ ആ വർത്തമാനങ്ങളിലും അവൻ്റെ ബോഡി ലാംഗ്വേജിലും അതൊന്നും കൃത്യമായിട്ടെടുത്ത് പറയല്ല, എത്ര തന്മയത്വത്തോടു കൂടിയിട്ടാണ് ആ സംസാരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിന്തകളിലേക്ക് ചിന്ത കേൾക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് ഒക്കെ അതിൽ വലിയ സന്ദേശമുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും.